السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായ ദിവസത്തിലെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ജീവിതത്തിന്റെ ബാക്കി അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് കാമിലായ ഈമാനോട് ലോകത്തോട് വിട പറയാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു. അവസാനമായി ഇന്ന് നമ്മൾ ഖബറടക്കിയ നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന സഫറുല്ലാ സാഹിബ്, അല്ലാഹു അവർക്കെല്ലാം പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ സെക്രട്ടറി വിദേശത്തേക്ക് യാത്ര പോകുന്നതിനോടനുബന്ധിച്ച് ബുധനാഴ്ച പ്രസിഡന്റിനെ ഈ മാസത്തെ ഫണ്ടും മറ്റും ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം പോയി. പക്ഷേ അദ്ദേഹം തിരിച്ചെത്തുന്നതിന് മുമ്പ് ഏൽപ്പിക്കപ്പെട്ടയാള് അള്ളാഹുവിന്റെ പക്കലാണ്. ഇതൊക്കെയും അള്ളാഹുവിന്റെ വിധിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അദ്ദേഹം ഇതുപോലെ നമ്മുടെ അവിടെ കൗണ്ടറിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചതാണ്. 4.5 വർഷത്തോളം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഖിദ്മത്ത് ചെയ്തു. അള്ളാഹു ആ ചെയ്ത സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അതുപോലെയുള്ള എത്രയോ മുഅ്മിനീങ്ങളുടെ സേവന ഫലമാണ് നമ്മൾ ഈ കാണുന്ന പള്ളിയും നമ്മുടെ നാടിന്റെ എല്ലാ ആത്മീയമായ വെളിച്ചവും ഒക്കെ അവരുടെ സേവനങ്ങളുടെ ഫലമാണ്. അള്ളാഹു മൺമറഞ്ഞു പോയ ഈ നാടിന് നയിച്ച, നമ്മുടെ മഹല്ലിന് നയിച്ച എല്ലാവർക്കും അവരുടെ ഖബറിടങ്ങളിൽ വളരെ സന്തോഷവും ആനന്ദവും നൽകുമാറാവട്ടെ. നിലവിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇനിയും നമ്മുടെ മഹല്ലിനെ നയിക്കുന്നവർ, അതിന് തയ്യാറാകുന്നവർ, നാടിന് വേണ്ടി, ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി സമയവും അധ്വാനവും ഒക്കെ ചെലവഴിക്കുന്നവർ, അള്ളാഹു അവർക്കെല്ലാം ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് അൻ അർസിൽ മഅന ബനി ഇസ്രായീൽ, ഓ ഫിർഔനെ, താങ്കൾ ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബനു ഇസ്രായീൽ എന്ന ജനതയെ എന്നോടൊപ്പം അയക്കണം, ഈ ജനതയെ നിന്റെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന രംഗമാണ് പറഞ്ഞത്. അതിന്റെ മറുപടി എന്താണെന്ന് ഈ ആഴ്ച ചർച്ച ചെയ്യാമെന്ന് നാം പറയുകയുണ്ടായി. ഇന്ന് മുഹറം 10 അശൂറ, നമ്മൾ പലരും നോമ്പാണ്. അല്ലാഹു നോമ്പനുഷ്ഠിക്കുന്നവരുടെ നോമ്പൊക്കെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അർത്ഥത്തിലും ഏതൊരു ഉദ്ദേശത്തിലുമാണോ ഈ ദിവസത്തെ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചത്, ആ അനുഗ്രഹങ്ങൾ പരിപൂർണമായി നേടാൻ ഈ ദിവസത്തിൽ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ബനു ഇസ്രായീലിനെ എന്നോടൊപ്പം അയക്കണമെന്ന് മൂസ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുമ്പോൾ ഫിറഔൻ ആദ്യമായിട്ട് ചോദിച്ചത്, ഖാല അവലം നുറബ്ബിക ഫീനാ വലീദ വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ. മൂസ, നീ ഇപ്പോൾ വലിയ ആളായി എന്റെ കൊട്ടാരത്തിൽ, എന്റെ സിംഹാസനത്തെ മുന്നിൽ നിന്ന് നീ അവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. നിനക്കൊരു ജീവിതമുണ്ടായിരുന്നു, നിന്റെ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നിന്നെ വളർത്തിയത് ഞാനാണ്,
എന്റെ കൊട്ടാരത്തിന്റെ സുഖലോലുപതകൾ കഴിഞ്ഞുകൂടിയിട്ട് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊന്നിട്ട് നീ ഇവിടെ നിന്ന് ഒളിച്ചോടിയവനല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന് മനസ്സിലായി. മൂസാ നബി സ്വലാത്തു വസ്സലാം സമ്മതിച്ചു, അതെ, അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോകാം, എന്തെങ്കിലൊക്കെ പാപങ്ങൾ അവരിൽ നിന്ന് വന്നു പോകാം, അവിവേകം വന്നു പോകാം. അതിന്റെ പേരിൽ എക്കാലത്തും ആ മനുഷ്യന് ക്രൂശിക്കപ്പെടാൻ പാടില്ല. എക്കാലത്തും ആ തെറ്റ് പറഞ്ഞുകൊണ്ട് അവനെ സമൂഹത്തിൽ താറടിക്കാൻ പാടില്ല, തേജോവധം ചെയ്യാൻ പാടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവസ്ഥ മാറി ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി. നിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടിയ മൂസയല്ല ഇന്ന് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ അതൊക്കെയും തെറ്റുകളുടെ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് എന്റെ റബ്ബ് തത്വജ്ഞാനം നൽകി. ഇന്ന് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് റസൂലായിട്ടാണ്, എന്റെ റബ്ബിന്റെ ദൂതനായിട്ടാണ്. അതുകൊണ്ട് ഫിർഔൻ നീ ബനു ഇസ്രായേലിനെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ആ അടിമത്തത്തിൽ നിന്ന് ഒരു ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ഞാൻ എന്റെ റബ്ബിന്റെ ദൂതനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച വിശാലമായ ആകാശങ്ങളുടെ പരന്നു കിടക്കുന്ന ഭൂമിയുടെ കരയുടെ കടലിന്റെ എല്ലാം രക്ഷിതാവായ അള്ളാഹുവിന്റെ റസൂലാണ്. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ചൊക്കെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ചോദിച്ചു, നീ റബ്ബാണ്, നീ നിന്റെ റബ്ബിന്റെ ദൂതനാണ് എന്നതിനുള്ള തെളിവെന്താണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തൊരു ദൃഷ്ടാന്തമാണ് കയ്യിലുണ്ടായിരുന്നൊരു വടി. അതങ്ങ് സിംഹാസനത്തിന്റെ മുന്നിലേക്ക് നിലത്തേക്കിട്ടപ്പോൾ അത് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പായി മാറി. മാത്രമല്ല അള്ളാഹു കൊടുത്ത മറ്റൊരു ദൃഷ്ടാന്തമാണ് പ്രകാശിക്കുന്ന അദ്ദേഹത്തിന്റെ കരങ്ങൾ. അതങ്ങ് നീട്ടിക്കൊടുത്ത് ഫിർഔനിന്റെ മുന്നിലേക്ക് അത് പ്രകാശിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഫിർഔനുണ്ടോ? സമ്മതിക്കുന്നു. ഫിർഔൻ എടുത്ത അടവ് പറയുകയാണ്, ഇല്ല ഇല്ല, ഇവൻ റസൂലൊന്നുമല്ല, ഈ കാണിച്ചത് അത്ഭുതവുമല്ല. തന്റെ ചുറ്റുമുള്ള സദസ്യരോട് മന്ത്രിമാരോട് ഫിർഔൻ പറയുന്നു, ഇവനൊരു പഠിച്ച മായാജാല വിദ്യക്കാരനാണ്, ഇവനൊരു സാഹിറാണ്, ഇവനൊരു കൺകെട്ടുകാരനാണ്. ഇതിലൊന്നും കാര്യമില്ല മൂസ, നിന്നേക്കാൾ മായാജാലം കാണിക്കാൻ കഴിയുന്ന, നിന്നേക്കാൾ ജാലവിദ്യ അറിയുന്ന എത്രയോ വിദഗ്ധന്മാർ എന്റെ കൊട്ടാരത്തിനുണ്ട്, എന്റെ അധികാരത്തിനുണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിക്കുക, ഈ നാട്ടിലുള്ള മുഴുവൻ സാഹിര്യങ്ങളും കടന്നു വരട്ടെ, എല്ലാ ജാലവിദ്യക്കാരും കടന്നു വരട്ടെ, അവർ വന്നുകൊണ്ട് മൂസ കാണിച്ച ജാലവിദ്യയെ പരാജയപ്പെടുത്തട്ടെ. ഉത്തരവായി നാട്ടിലുള്ള എല്ലാ സാഹിര്യങ്ങളും കൊട്ടാരത്തിൽ വന്നു. ഒരു ദിവസം നിശ്ചയിച്ചു, ഒരു സ്ഥലം നിശ്ചയിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചുകൂടി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ച ദൃഷ്ടാന്തം അത് വെറും സിഹ്റാണ്, അത് വെറും ജാലവിദ്യയാണ്, അത് മനുഷ്യന് കഴിയുന്നതാണ്. മൂസയേക്കാൾ വലിയ ജാലവിദ്യക്കാര് എനിക്കുണ്ടെന്ന് പ്രഖ്യാപിക്കുവാൻ എല്ലാവരെയും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി. അവർ പറഞ്ഞു, ഫിർഔനെ, ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ മികവുകളും ഞങ്ങളുടെ എല്ലാ വൈദഗ്ധ്യങ്ങളും എടുത്തുകൊണ്ട് മൂസയെ പരാജയപ്പെടുത്താൻ തയ്യാറാണ്. എന്നാൽ നീ എന്ത് ഞങ്ങൾക്ക് പ്രതിഫലം തരും? അതെ, അങ്ങനെ ഞാൻ മൂസയെ നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ, എന്റെ അധികാരത്തെ നിലനിർത്തിയാൽ, നിങ്ങളുടെ ജാലവിദ്യ കൊണ്ട് എന്റെ ഭരണത്തെ നിലനിർത്തിയാൽ, പിന്നെ നിങ്ങൾ കൊട്ടാരത്തിൽ എന്റെ ഏറ്റവും അടുത്ത ആളുകളാകും. നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. അങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാജയപ്പെടുത്താൻ ആയിരക്കണക്കിന് ജാലവിദ്യക്കാര് അവരുടെ
എല്ലാ വിദ്യകളും അവരുടെ പഠിപ്പിന്റെ അങ്ങേയറ്റമെല്ലാം തയ്യാറായി വരികയാണ്. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നിതാ മൂസ പരാജയപ്പെടുകയാണ്, മൂസയുടെ ജാലവിദ്യ പരാജയപ്പെടുകയാണ്, ഞങ്ങൾ വിജയിക്കുകയാണ്, ഞങ്ങളുടെ മഹാരാജാവായ ഫിർഔനിന്റെ അധികാരം എന്നും ഇവിടെ നിലനിൽക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും കമ്പുകളും എല്ലാം തറയിലേക്ക് ഇട്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിമിഷം പേടിച്ചുറപ്പേ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലുണ്ട് ഒരൊറ്റ വടി മാത്രമാണ്. എന്നാൽ അവരോ ആയിരക്കണക്കിന് കയറുകളും കമ്പുകളും എല്ലാം മൈതാനത്തേക്ക് ഇട്ടപ്പോൾ അത് മുഴുവനും പാമ്പായി തോന്നുന്ന നിലയില് അത് ഇഴയാൻ തുടങ്ങി, പത്തി വിടർത്താൻ തുടങ്ങി. ഒരു ദിവസം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും പേടിച്ചു. അല്ലാഹ് പറഞ്ഞു, മൂസ നിങ്ങളുടെ കയ്യിലുള്ള വടിയെ അങ്ങ് ഇട്ടുകൊടുക്കുക. ഫഅൽഖാ മൂസ അസ്വാഹു ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരൊറ്റ വടി ആ മൈതാനത്തേക്ക് ഇട്ടപ്പോൾ ആയിരക്കണക്കിന് ജാലവിദ്യക്കാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പുകളും കയറുകളും പാമ്പുകളെ പോലെ തോന്നിപ്പിച്ച ജാലവിദ്യ ആ സിഹിറിനെ മുഴുവനും തിന്നു നശിപ്പിച്ചുകൊണ്ട് അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൃഷ്ടാന്തം അവിടെ വിജയിക്കുകയാണ്. ഒരിക്കലും ഫിർഔൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ജാലവിദ്യക്കാര് മുഴുവനും സാഹിര്യങ്ങൾ മുഴുവനും അന്തം വിട്ടുപോയി. കാരണം ഇന്ന് വരെ ലോകത്ത് നിലനിന്ന മുഴുവൻ സിഹിറുകളുടെ പാരമ്യതയും കൊണ്ടാണ് അവർ വന്നത്. ഇനി ആ മിസ്റിൽ ഇങ്ങനെയുള്ളൊരു ജാലവിദ്യക്കാര് വേറെയില്ല. അവരെ എല്ലാ വിദ്യയും പരാജയപ്പെടുത്തിക്കൊണ്ട് മൂസയുടെ കയ്യിലിരുന്ന ഒരൊറ്റ വടി ഇതിനെ മുഴുവനും നശിപ്പിച്ചുവെങ്കിൽ മൂസ സാധാരണ മനുഷ്യനല്ല. മൂസ ഞങ്ങളെ പോലൊരു ജാലവിദ്യക്കാരനല്ല. മറിച്ച് മൂസയ്ക്ക് എന്തോ അമാനുഷികതയുണ്ട്. മൂസ എന്തോ കാണിച്ചത് മുഅ്ജിസത്താണ്. എന്ത് സംഭവിച്ചു? ഖുർആൻ പറയുന്നു, ഫഉൽഖിയ സഹറത്തു സാജിദീൻ. ഈ ജാലവിദ്യക്കാര് മുഴുവനും ഇതാ സുജൂദിൽ വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചു. മൂസയുടെ റബ്ബിനെ കൊണ്ട്, ഹാറൂനിന്റെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ ഇതാ വിശ്വസിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് പ്രിയപ്പെട്ടവരെ മിസ്റിന്റെ പശ്ചാത്തലം അങ്ങ് മാറുകയാണ്. ഈ കണ്ട ഏറ്റവും വലിയ ജാലവിദ്യക്കാരായി അറിയപ്പെട്ട മുഴുവൻ ആളുകളും ഒറ്റ നിമിഷം കൊണ്ട് മുസ്ലിം ആവുകയാണ്. അള്ളാഹുവിന്റെ അടിമകളാവുകയാണ്. മൂസ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാവുകയാണ്. ഫിർഔൻ വിടുന്നില്ല. സ്വേച്ഛാധിപതികളായ ധിക്കാരികളായ ഏത് ഭരണകർത്താക്കളും അങ്ങനെയാണ്. അവരുടെ മുമ്പിൽ ഏത് പരാജയപ്പെട്ടാലും അവരുടെ അധികാരം കൊണ്ട് അതിനെയെല്ലാം നേരിടും. അവരുടെ ഹുങ്ക് കൊണ്ട് അതിനെ നേരിടും. അവരുടെ ധിക്കാരം കൊണ്ട് നേരിടും. അവർ മൂസ നബി അലൈഹി സ്വലാമിന്റെ ഈ ജാലവിദ്യ കണ്ട് ഇവരെ മുഴുവനും മുസ്ലിമായപ്പോൾ അടുത്ത ഫിർഔനിന്റെ കളി എങ്ങനെയാണ്? അവന്റെ അടുത്ത സംസാരം എന്തെന്നറിയുമോ? ഖാല ആമന്തു ലഹു ഖബ്ല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവനെ കൊണ്ട് എന്തിനാ വിശ്വസിച്ചത്? ഇവൻ ചെയ്തത് ശരിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമല്ലോ വിശ്വസിക്കാൻ. പക്ഷേ സാധാരണ മനുഷ്യൻ ഒരു രാജാവിനും ഒരു ഭരണാധികാരികൾക്കും അവരുടെ തലച്ചോറ് പണയം വെക്കില്ല. അള്ളാഹുവിന്റെ ഖുദറത്താണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവരെ മുഴുവനും മുസ്ലിമായി മാറി. ചരിത്രം സുദീർഘമാണ് പ്രിയമുള്ളവരെ, ചുരുക്കട്ടെ. ഫിർഔൻ അവന്റെ ധിക്കാരത്തിൽ അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ടവൻ പറഞ്ഞു, ഈ മൂസയെ കൊണ്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളെ ഞാൻ കുർഷിക്കാൻ പോവുകയാണ്. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും ഞാൻ നശിപ്പിക്കും. പക്ഷേ ഹൃദയത്തിൽ ഒരു നിമിഷം കൊണ്ട് വിശ്വാസം രൂഢമൂലമായ ദൃഢമായ വിശ്വാസികൾ പറഞ്ഞു, ഇല്ല ഫിർഔനെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നീ ഞങ്ങളെ എങ്ങനെ കൊന്നൊടുക്കിയാൽ ഞങ്ങളുടെ ഈമാനത യാഥാർത്ഥ്യമാണ്, ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അവിടെ മുതൽ വീണ്ടും ഫിർഔന്റെ അക്രമം തുടങ്ങി. ബുദ്ധിപരമായി അവൻ പരാജയപ്പെട്ടപ്പോൾ, ആധികാരികമായി പ്രമാണത്തിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവന്റെ അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അവൻ അഹങ്കരിക്കാൻ തുടങ്ങി. വീണ്ടും ബനൂ ഇസ്രായേലിനെ നശിപ്പിക്കാൻ തുടങ്ങി. ഏതെല്ലാം നിലയിൽ അവരെ പീഡിപ്പിക്കാൻ കഴിയുമോ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അല്ലാഹു തആല അവർക്ക് ഓരോരോ പരീക്ഷണങ്ങൾ കൊടുത്തു. വിശദീകരിക്കാൻ സമയമില്ല. ഖുർആൻ പറയുന്നുണ്ട്, ഈ ബനൂ ഇസ്രായേലിനെ ഫിർഔനും ഖിബ്തികളും ഓരോരോ നിലയിൽ ആക്രമിക്കുമ്പോഴും അല്ലാഹ് അവർക്ക് ഓരോരോ ചെറിയ ചെറിയ പനിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നു. കുടിക്കുന്ന വെള്ളം
രക്തമായി മാറിയ കഥ ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാം തവള ഓടിക്കളിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് അല്ലാഹു തആല അവരുടെ കൃഷികളെ നശിപ്പിക്കുവാൻ ജറാദ് പക്ഷികളെ വിട്ട കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ മുഴുവൻ ചെല്ലുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് വലിയ രോഗം കൊടുത്ത കഥ പറയുന്നുണ്ട്. ഓരോരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും ഈ കിബിത്തികൾ വന്നിട്ട് മൂസ നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട്, മൂസ നീ നിന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തിട്ട് ഞങ്ങളുടെ പരീക്ഷണം ഒന്ന് മാറ്റി തരുമോ? ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കാം, ബനൂ ഇസ്രായേലിനെ വെറുതെ വിടാം. അപ്പോഴൊക്കെ കാരുണ്യ ഹൃദയമുള്ള ആർദ്രതയുടെ ഹൃദയമുള്ള കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ പരീക്ഷണം മാറുന്നുണ്ട്, പക്ഷെ പാഠം പഠിക്കുന്നില്ല. ലോകത്തെ ഏവർക്കും അങ്ങനെയാണ് പ്രിയമുള്ളവരെ. നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹ് ചെറിയ ചെറിയ പരീക്ഷണം തരും. എന്തിനു വേണ്ടി എന്നറിയുമോ? നമ്മൾ നന്നാവാൻ വേണ്ടി. ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തരുന്ന കാരുണ്യമാണ്, അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ കുറ്റബോധം ഉണ്ടാകണം, നമുക്ക് മനസ്സാന്തരം ഉണ്ടാകണം. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് പിന്മാറണം, നന്നാവാൻ ശ്രമിക്കണം. അതൊരു മുഅ്മിനിന് അത് ആവശ്യമാണ്. ഇവിടെ കിബിത്തികൾക്ക് അല്ലാഹു ഓരോ പരീക്ഷണം കൊടുത്തത് ഇതിൽ നിന്ന് അവരുടെ തെറ്റിൽ നിന്ന് പിന്മാറാനാണ്. പക്ഷേ ധിക്കാരികളായ അവർ ഫിർഔനിന്റെ നേതൃത്വത്തിൽ വീണ്ടും അവർ അക്രമങ്ങൾ കതിരിവിട്ടുകൊണ്ടിരുന്നു. അവസാനം അല്ലാഹു തആല മൂസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസ നബിയെ നിങ്ങൾക്ക് ഇനിയും ഇവരെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് വേണം? വഔഹൈനാ ഇലാ മൂസ അൻ നസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസ നബിയെ തന്റെ അനുയായികളെ വിളിച്ചുകൊണ്ട്, ബനൂ ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട്, ഈ രാത്രി തന്നെ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. നിങ്ങളെ പിറകെ പിടിക്കാൻ ഫിർഔനന്റെ വലിയ സൈന്യവുമായിട്ട് വരും, പക്ഷേ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളുക. ഫഅർസല ഫിർഔന ഫിൽ മദാഇനി ഹാശിരീൻ. ഇതറിഞ്ഞുകൊണ്ട് ഫിർഔൻ ആ രാത്രി തന്നെ തന്റെ സൈന്യത്തെ മൂസ നബി അലൈഹി സ്വലാമിനെയും ബനൂ ഇസ്രായേലിനെയും പിടിക്കുവാൻ, അവരെ മിസ്റിന്റെ മണ്ണിൽ വെച്ച് തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്, ആളയക്കുകയാണ്. അവസാനം ചുരുക്കി പറയട്ടെ പ്രിയമുള്ളവരെ, മൂസ നബി അലൈഹി സ്വലാമും കൂട്ടരും ആ രാത്രി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഓടിപ്പോവുകയാണ്. ഓടി ഓടി ചെന്നത് ചെങ്കടലിന്റെ മുന്നിലാണ്. പിറകെ വരികയാണ് ഫിർഔനും അവന്റെ സൈന്യവും ഇവരെ നശിപ്പിക്കുവാൻ, കൊന്നൊടുക്കുവാൻ. രണ്ടിനെയും ഇടയിൽ ഇതാ ബനൂ ഇസ്രായേൽ പെട്ടുപോവുകയാണ്. ഖുർആൻ പറയുന്നു, നേരം വെളുക്കാറാകുന്ന സമയത്ത് ഫിർഔനും സൈന്യവും ബനൂ ഇസ്രായേലിന്റെ തൊട്ടടുത്തെത്തി. ഒന്നുകിൽ ഫിർഔനിന്റെയും സൈന്യത്തിന്റെയും വധശ്രമത്തിന്, അവരുടെ കൊലപാതകത്തിന് വഴിപ്പെട്ടു കൊടുക്കണം, അവരുടെ വാളുകൾക്ക് ഇടയാകണം, അല്ലെങ്കിൽ ചെങ്കടലിലേക്ക് ചാടി മരിക്കണം. ഇത് രണ്ടിന്റെയും ഇടയിലാകുന്ന ഒരു സന്ദർഭം. ഫലമ്മാ തറഅൽ ജംആൻ ഖാല അസ്ഹാബ് മൂസ ഇന്നാ ലമുദ്റകൂൻ. ഈ രണ്ട് സൈന്യവും പരസ്പരം കണ്ടുമുട്ടുന്ന നേരത്ത് മൂസ നബി അലൈഹി സ്വലാമിനോട് ബനൂ ഇസ്രായേൽ പറയുന്നുണ്ട്, അനുയായികൾ പറയുന്നുണ്ട്, മൂസ ഇന്നാ ലമുദ്റകൂൻ, ഞങ്ങൾ ഇതാ പിടിക്കപ്പെട്ടു പോയി മൂസ, ഇനി രക്ഷയില്ല മൂസ, ഞങ്ങൾ ഇതാ ഫിർഔനിന്റെ വാളിനിരയാവുകയാണ് മൂസ, ഇനി എന്ത് ചെയ്യാനാണ്? ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാമിന്റെ ഈമാൻ തുളുമ്പുന്ന വാക്ക് ഖുർആൻ പറയുന്നു, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. മൂസ നബി അലൈഹി സ്വലാമിന്റെ വാക്ക്, ഇല്ല ഇല്ല, ഇന്ന മഅയ റബ്ബി, എന്റെ തൊട്ടുപിറകിൽ ഫിർഔനും അവന്റെ ലക്ഷക്കണക്കായ സൈന്യങ്ങളും വന്നാലും എനിക്ക് പേടിക്കാനില്ല കൂട്ടരെ. എന്തുകൊണ്ട്? ഇന്ന മഅയ റബ്ബി, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ വാക്കാണ്. ഏത് സന്ദർഭത്തിലും, ഏത് ശത്രു നമ്മുടെ മുന്നിൽ വന്നു നിന്നാലും, ഏത് പ്രതിസന്ധിയിൽ വന്നാലും ഒരു മുഅ്മിനിന്റെ ഹൃദയത്തെ കീഴടക്കേണ്ട വാക്കിതാണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എനിക്ക് എന്റെ റബ്ബുണ്ട്. ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്, ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇടപെടേണ്ടതെന്ന് എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരുമല്ലോ. ഫൗഹൈനാ ഇലാ മൂസ അൽദ്രിബ് ബിഅസാകൽ ബഹർ.
അള്ളാഹുവിന്റെ കൽപ്പന വന്നു. മൂസ നബി അലൈഹി സ്വലാമിന്റെ ആ ഉറപ്പിന്റെ ദൃഢതയുടെ മുന്നിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു. അതുവരെ എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല, ഫിരൗനിന്റെ കൈകളിൽ പെട്ടുപോയെന്ന് ഉറപ്പിച്ച ബനൂ ഇസ്രായേൽ, അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, മൂസ നബിയെ അങ്ങയുടെ വടി കൊണ്ട് ആ ചെങ്കടലിലേക്കൊന്ന് അടിക്കുക. അടിക്കേണ്ട താമസം 12 വഴികളായി 12 സംഘമായി 12 ഗോത്രമായി വന്ന 1,20,000-ഓളം വരുന്ന ബനൂ ഇസ്രായേൽ മറുകര കടക്കുകയാണ്. ഈ സമയത്ത് ഇതാ പിറകിൽ കടന്നു വരികയാണ് ഫിരൗൻ. ആ ഫിരൗനിന്റെ പോഴത്തെ വാക്കെന്താണ്? കണ്ടോ, എന്റെ മുന്നിൽ ചെങ്കടൽ പോലും വഴിമാറി തന്നു. ചില വിഡ്ഢികളായ ഭരണകർത്താക്കൾ അങ്ങനെയാണ്. ലോകത്തെന്ത് നടന്നാലും അവരുടെ ക്രെഡിറ്റ് ആയിട്ട് അവർക്ക് തോന്നും, എല്ലാം അവരുടെ അക്കൗണ്ടിൽ വരും. ഈ വിഡ്ഢിയായ ഫിരൗൻ, പമ്പര വിഡ്ഢിയായ ഫിരൗൻ, അവൻ വിചാരിച്ചു എന്നെ കണ്ടിട്ടാണ് ചെങ്കൽ വഴിമാറിയെന്ന്. എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? അത് കണ്ടിട്ട് അവൻ എടുത്ത് ചാടുകയാണ് മൂസ നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ. ഇവരെല്ലാവരും കടലിലെത്തി, ഫിരൗനും സൈന്യവും കടലിലെത്തി. മറുകര കടക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായീലും. വഅൻജയ്നാ മൂസ വമൻ മഅഹു അജ്മഈൻ സുമ്മ അഗ്റഖ്നൽ ആഖരീൻ. ഖുർആൻ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. മൂസ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും നമ്മൾ ഫിരൗനിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നാൽ ഈ ഫറോവയാണെങ്കിലോ ആ ചെങ്കടലിൽ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. ചുരുക്കട്ടെ പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹു തആല ഫറോവയെ ലോകത്ത് ഏറ്റവും വലിയ റബ്ബാണെന്ന് വാദിച്ച, അന റബ്ബുക്കുമുൽ അലാ, ഏറ്റവും വലിയ റബ്ബാണെന്ന് വാദിച്ച ആ ഫറോവയുടെ പതനം ഈ മുഹറം 10 ചെങ്കടലിൽ അല്ലാഹു തആല ഒരുക്കുകയാണ്. ആ ഫറോവയെ ചെങ്കടലിൽ മുക്കിക്കൊന്ന മൂസ നബി അലൈഹിസ്സലാമിനെ ആ ഫിരൗനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പവിത്രമായ ഓർമ്മയുടെ ദിവസമാണ്, സ്മരണയുടെ ദിവസമാണ്, ചരിത്രത്തിന്റെ ദിവസമാണ് നമ്മൾ ഇന്ന് നോമ്പെടുത്തിരിക്കുന്ന മുഹറം 10. പ്രിയമുള്ളവരെ, ഇന്ന് എത്രയോ അഭിനവ ഫറോവമാർ ലോകത്തുണ്ട്, എത്രയോ ധിക്കാരികളായ ഭരണകർത്താക്കളുണ്ട്. അവർക്ക് മുഴുവനും പാഠമാണ് ഈ ഫറോവ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. വിടില്ലടാ, ഞാൻ നിന്നെ ഇന്നെയും ഇനിയും നിന്നെ ചെങ്കടലിൽ നിന്ന് ഞാൻ ഉയർത്തിയെടുക്കും, എന്നിട്ട് ഞാൻ നിന്നെ സൂക്ഷിക്കും. ലോകത്ത് അവസാനം വരുന്ന മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ അഭിനവ ഫറോവമാർക്കും, മുഴുവൻ ധിക്കാരികളെ രാജാക്കന്മാർക്കും നീ ഒരു ഗുണപാഠമാകണം. എത്ര വിലസിയാലും എത്ര അഹങ്കരിച്ചാലും അവന്റെയൊക്കെ പതനം ഇത്രയേ ഉള്ളൂ, അവന്റെയൊക്കെ അവസാനം ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സർവകാലികമാണ്. ഖുർആൻ ഇതും കഥ പറയുന്ന പുസ്തകമല്ല. ഖുർആൻ ഏത് വാക്ക് പറഞ്ഞാലും അതിന്റെ പിന്നിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ഖുർആൻ ഒരു ചരിത്രം പറയുന്നുവെങ്കിൽ ആ ചരിത്രം ലോകത്ത് ആവർത്തിക്കേണ്ട ചരിത്രമാണ്, ഇനിയും ലോകത്ത് ആവർത്തിക്കേണ്ട ചരിത്രമാണ്. അതുകൊണ്ട് മുഹറം 10 ബനൂ ഇസ്രായീലുകളെ പോലെ ഇന്നത്തെ മുസ്ലിമീങ്ങൾ എത്രയോ ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ബനൂ ഇസ്രായീലിനെ പോലെ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങൾ എത്രയോ ഫറോവമാരുടെ കൈകളിൽ കിടന്ന് അമരുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. മുഹറം 10 ആവർത്തിക്കട്ടെ, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു വിജയം തരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള അമലുകളുമായി ഇന്നത്തെ ദിവസത്തെ നോമ്പും ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.